പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നിനെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് മോഗയിൽ ആം ആദ്മി പാർട്ടിയുടെ മെഗാ റാലി നടക്കാനിരിക്കെയാണ് ഈ സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഇടയിൽ നിന്ന്. ബൽറാം, മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രി ഭഗവത് മാൻ ഈ പരിപാടിയുടെ ഇന്ന് നടക്കാനിരിക്കുന്ന മെഗാ റാലിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലായിരുന്നു. ഔദ്യോഗിക തിരക്കുകൾക്കൊപ്പം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. ഈ ഒരുക്കങ്ങൾ നടന്നു വരുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് മൊഹാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇന്നാണ് മോഗയിൽ ആം ആദ്മി പാർട്ടിയുടെ മെഗാ റാലി നടക്കാനിരിക്കുന്നത്. പ്രധാനമായും ലഹരി വിരുദ്ധ സന്ദേശവുമായാണ് ഈ ഒരു മെഗാ റാലി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്ന പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ലഹരി വിരുദ്ധയ്ക്ക് എതിരായ കടുത്ത നടപടിയെടുക്കും എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലും നിരവധി കേസുകൾ സമാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് BJPയും കോൺഗ്രസും പ്രചരണ വിഷയമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലഹരിക്കെതിരെ മെഗാ റാലി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ഭഗവത് മാൻ തന്നെയാണ് ഈ പരിപാടിയിലെ പ്രധാന സംഘാടകനായതും. ഇതിൻ്റെ ഒരുക്കങ്ങൾക്കിടെയുണ്ടായ മറ്റ് ദേഹാസ്വാസ്ഥ്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇന്നത്തെ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തേക്കും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.